Hello friends, good morning. Today I am going to take a small portion about gastrectomy. So while taking class, definitely I need to check my notebooks because എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നോട്ട്ബുക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മനുഷ്യരല്ലേ, എല്ലാം ഓർത്തിരിക്കുക. ഞാനൊന്നും അങ്ങനെ ഓർത്തിരിക്കാറില്ല. സോ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഗ്യാസ്ട്രക്ടമി. എന്താണ് ഗ്യാസ്ട്രക്ടമി? നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒന്നുമില്ലെങ്കിൽ സ്റ്റൊമക്ക് ഫുള്ളായിട്ടോ അല്ലാതുണ്ടെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ഒരു പാർട്ടോ റിമൂവ് ചെയ്യുന്ന സർജറിക്ക് പറയുന്ന പേരാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്റ്റൊമക്ക് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് സ്റ്റൊമക്ക് അല്ലെങ്കിൽ പോർഷൻ ഓഫ് സ്റ്റൊമക്ക് പെർമനൻ്റ്ലി റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. ഇത് മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ടോട്ടൽ ഗ്യാസ്ട്രക്ടമിയും പാർഷ്യൽ ഗ്യാസ്ട്രക്ടമിയും അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. സ്റ്റൊമക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതാണ് ടോട്ടൽ ഗ്യാസ്ട്രക്ടമി. സ്റ്റൊമക്ക് പാർഷ്യലി, അതിൻ്റെ ഇപ്പം ക്യാൻസറൊക്കെ ഉള്ള പേഷ്യൻസിന് അതിൻ്റെ ഏത് പാർട്ടിലാണെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു പാർട്ട് മാത്രം റിമൂവ് ചെയ്യുന്നതാണ് എന്ത്, പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി. ഇനി പാർഷ്യൽ ഗ്യാസ്ട്രക്ടമി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ബിൽറോത്ത് 1 ആൻഡ് ബിൽറോത്ത് 2 എന്ന് പറയുന്നത്. ഇത് കൂടുതലും ചെയ്യുന്നത് നമ്മുടെ പെപ്റ്റിക് അൾസർ ഡിസോർഡേഴ്സിലൊക്കെയാണ് നമ്മൾ കൂടുതലും ബിൽറോത്ത് 1 ബിൽറോത്ത് 2 സർജറി ചെയ്യുന്നത്. അപ്പോൾ ഈ ബിൽറോത്ത് 1 എന്താണ്, നമ്മുടെ ലോവർ സ്റ്റൊമക്ക് അതായത് ആ ഡ്യൂഡിനത്തിൻ്റെ ആ മേൾഭാഗം ഉണ്ടല്ലോ, എന്തായാലും ലോവർ സ്റ്റൊമക്ക് കട്ട് ചെയ്ത് ഡ്യൂഡിനോമായിട്ട് അനസ്റ്റമോസ് ചെയ്ത്, അതായത് ലോവർ സ്റ്റൊമക്കിൻ്റെ ആ ഒരു പോർഷൻ റിമൂവ് ചെയ്തിട്ട് ഡ്യൂഡിനോമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതാണ് ബിൽറോത്ത് 1 എന്ന സർജറി. എന്താണ്, സ്റ്റൊമക്കിൻ്റെ ലോവർ പോർഷൻ റിമൂവ് ചെയ്ത് ഡ്യൂഡിനോമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അനസ്റ്റമോസ് ചെയ്തു വെക്കുന്ന പ്രൊസീജിയറാണ് ബിൽറോത്ത് 1 എന്ന് പറയുന്നത്. ഇനി ബിൽറോത്ത് 2 എന്താണെന്ന് വെച്ചാൽ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കും റിമൂവ് ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ ഡ്യൂഡിനും നമ്മൾ റിമൂവ് ചെയ്യും. ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് ഡ്യൂഡിനും ഓൾസോ we will remove. Then anastomose with what? Jejunum. Lower part of the heart എന്നാണ് കേട്ടോ, ഹാർട്ട് എന്ന് പറയില്ല, ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കും ഡ്യൂഡിനോ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള ആ റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൊമക്കിൻ്റെ പോർഷനും നമ്മുടെ ജെജുനവും തമ്മിൽ അനസ്റ്റമോസ് ചെയ്ത് വെക്കുന്നതാണ് ബിൽറോത്ത് 2 എന്ന് പറയുന്നത്. അപ്പം ഇത് എന്താണ് ഗ്യാസ്ട്രക്ടമി എന്നും എന്താണ് അതിൻ്റെ ടൈപ്പും എന്താണ് അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ എന്നും മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ഇൻഡിക്കേഷൻസ് ഓഫ് ഗ്യാസ്ട്രക്ടമി നോക്കാം. ഇൻഡിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോക്കലൈസ്ഡ് ക്യാൻസർ സ്റ്റൊമക്ക്, സ്റ്റൊമക്ക് ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ ചെയ്യുന്ന ഒരു സർജിക്കൽ ഇൻ്റർവെൻഷനാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പെപ്റ്റിക് അൾസർ ഡിസോർഡർ, എല്ലാ പെപ്റ്റിക് അൾസർ ഡിസോർഡേഴ്സിലും നമ്മൾ കയറി ഡയറക്റ്റ് പോയി ഗ്യാസ്ട്രക്ടമി ചെയ്ത് മാറ്റത്തില്ല. പെപ്റ്റിക് അൾസർ ഡിസോർഡറിൻ്റെ ഒരു കോംപ്ലിക്കേഷനാണ് പെർഫോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പെർഫോറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം, അതായത് പെപ്റ്റിക് അൾസർ ഡിസോർഡർ പൊട്ടി അളിഞ്ഞ് ആകെപ്പാടെ കുളവായിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് പെർഫോറേഷൻ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെ അഗ്രസീവ് ആയിട്ടുണ്ടെങ്കിൽ പെപ്റ്റിക് അൾസർ ഡിസോർഡർ പെർഫോറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രക്ടമി ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒബേസിറ്റി ഉള്ള പേഷ്യൻസിന് നമ്മൾ ചെയ്യും സ്ലീവ് ഗ്യാസ്ട്രക്ടമി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. സ്ലീവ് ഗ്യാസ്ട്രക്ടമി അല്ലെങ്കിൽ ബൈപ്പാസ് ബാരിയാട്രിക് സർജറി എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും സിവിയർ ഗ്യാസ്ട്രിക് ബ്ലീഡ് ഉള്ള പേഷ്യൻറ്റിന് ആ ബ്ലീഡ് ഉണ്ടായിട്ട് അത് വീണ്ടും സ്റ്റൊമക്ക് പെർഫോറേറ്റഡ് ആയി, അങ്ങനെ ഒരു സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്യാസ്ട്രക്ടമി ചെയ്യും. പിന്നെ എന്തെങ്കിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്യൂമേഴ്സ്, ആ ട്യൂമർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഗ്യാസ്ട്രക്ടമി ചെയ്യും. ഇതൊക്കെയാണ് ഗ്യാസ്ട്രക്ടമി ചെയ്യുന്നതിൻ്റെ ഇൻഡിക്കേഷൻസ്. പിന്നെ നമ്മൾ ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് കൊണ്ട് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ കിടത്തരുത്. ജസ്റ്റ് ആഫ്റ്റർ ഗ്യാസ്ട്രക്ടമി നമ്മൾ പേഷ്യൻറ്റിൻ്റെ ജസ്റ്റ് ഹെഡ് ആൻഡ് ഒന്ന് എലിവേറ്റ് ചെയ്തത്, ഹൈ ഫൗളേഴ്സ് പൊസിഷൻ അല്ല, ഒരു ലോ ഫൗളേഴ്സ് പൊസിഷനിൽ വേണം കിടത്താൻ. എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻറ്റിന് റീഗർജിറ്റേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആസ്പിറേറ്റ് ചെയ്യാനുമുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പം നമ്മൾ ഏതിപ്പോൾ ഒരു സർജറി കഴിയുന്ന പേഷ്യൻ്റാണ് ഫസ്റ്റ് നമ്മൾ എയർവേ പ്രയോറിറ്റിയാണ് നോക്കുന്നത്. സോ അതിൻ്റെ ബേസിൽ പേഷ്യൻറ്റിനെ ജസ്റ്റ് ആഫ്റ്റർ സർജറി നമ്മൾ ഒരു സെമി ഫൗളേഴ്സ് അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രിയൊക്കെ ഹെഡ് എലിവേറ്റ് ചെയ്തിട്ട് വേണം കിടത്താൻ. കാരണം ഇത് ഇങ്ങനെ പടുത്ത് പറയാൻ കാര്യം, ഇത് ജസ്റ്റ് ആഫ്റ്റർ സർജറിയുടെ കാര്യം, അത് കഴിഞ്ഞിട്ട് വേറെ പൊസിഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോളും, ജസ്റ്റ് ആഫ്റ്റർ ഈ ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ് ജസ്റ്റ് റിസീവ് ചെയ്യുന്ന പേഷ്യൻറ്റിനെ ഈ പൊസിഷനിൽ വേണം കിടത്താൻ. അതേപോലെ തന്നെ ഗ്യാസ്ട്രക്ടമി ചെയ്യുന്ന എല്ലാ പേഷ്യൻറ്റിനും നമ്മൾ NG ട്യൂബ് ഇടും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഫീഡിങ്ങിന് വേണ്ടിയിട്ടല്ല,
എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഇറിഗേറ്റ് ചെയ്ത് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ കേസ് ആ NG ട്യൂബ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ബ്ലോക്ക് മാറ്റാനോ ഇറിഗേറ്റ് ചെയ്യാനോ ഒന്നും പോകരുത്. കാരണം കംപ്ലീറ്റ് ആ ഒരു സ്റ്റൊമക്കിന് റെസ്റ്റ് സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു NG ട്യൂബ് ഇടുന്നത്, അതായത് നമ്മുടെ റൈൽസ് ട്യൂബ് ഇടും പേഷ്യൻറ്റിന് സർജറിയുടെ. അപ്പോൾ ഇത് ഫീഡിങ്ങിന് വേണ്ടി ഇടുന്ന റൈൽസ് ട്യൂബല്ല, ആസ്പിറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഗ്യാസ്ട്രിക് ഭാഗം അവിടെ കിടക്കുന്ന ബ്ലഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസ്പിറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ NG ട്യൂബ് ഇടുന്നത്. അപ്പോൾ ഈ ഇടുന്ന ട്യൂബ് ഇൻ കേസ് അത് എന്താ പറയുക, അത് ചുരുങ്ങി കിടക്കുവാണെന്നോ അല്ലെങ്കിൽ അത് ക്ലോട്ട് ആണെന്നോ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നോ ഒക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ഒരിക്കലും വിത്തൗട്ട് ഡോക്ടേഴ്സ് ഓർഡർ നമ്മൾ ആ ക്ലോട്ട് മാറ്റാനോ ഒന്നും പോകരുത്. പിന്നെ അതേപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഇയർലി ആംബുലേഷൻ ചെയ്യണം പേഷ്യൻറ്റിന്. അങ്ങ് സർജറി കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ബെഡിൽ തന്നെ അങ്ങ് കിടത്തരുത്. കാരണം പേഷ്യൻറ്റിന് ഒരു മേജർ അബ്ഡോമിനൽ സർജറിയാണ് നടന്നേക്കുന്നത്. അപ്പം പേഷ്യൻറ്റിന് DVT ഉണ്ടാവാനുള്ള സാധ്യത വെരി ഹൈ ആണ്. സോ DVT എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണെന്ന് അറിയാം. അപ്പോൾ ഈ കണ്ടീഷനിലോട്ട് പേഷ്യൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വെരി ഫസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എയർലി ആംബുലേഷനാണ് പേഷ്യൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ പേഷ്യൻറ്റ് നമ്മൾ കോഫിങ് ആൻഡ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യണം. അത് എന്തിനാണ്? നമ്മൾ അബ്ഡോമിനൽ സർജറി കഴിയുമ്പോൾ കൂടുതലും നമ്മൾ അബ്ഡോമിനൽ സർജറി കഴിയുന്ന പേഷ്യൻറ്റിനാണ് കോഫിങ് ആൻഡ് ഡീപ് ബ്രീത്തിങ് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അബ്ഡോമിനൽ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡയഫ്രം ഇച്ചിരി എൻലാർജ്ഡ് ആകും. അപ്പോൾ ഈ ഡയഫ്രം ഇവിടെ അല്ലേ, അപ്പോൾ ഡയഫ്രം ഇച്ചിരി എൻലാർജ്ഡ് ആകുമ്പോൾ നമ്മുടെ ലങ്സ് എന്തോ കുറച്ച് മേലോട്ട് സപ്രസ് ആവും. ലങ്സ് ഇച്ചിരി ഒന്ന് ചുരുങ്ങും. കാരണം ലങ്സിന് അവിടെ എക്സ്പാൻഡ് ചെയ്തിരിക്കാനുള്ള സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്തിരിക്കാനുള്ള സ്പേസ് കിട്ടാതെ ലങ് ഒന്ന് സപ്രസ് ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ലങ് ഒന്ന് ചുരുങ്ങിപ്പോയത് സംഭവിക്കുന്നത് നമ്മുടെ പ്രോപ്പർ എയർ എൻട്രി നടക്കത്തില്ല. അതുമൂലം എന്തുണ്ടാവും? ന്യൂമോണിയ ഉണ്ടാവാനും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഒബ്സ്ട്രക്ഷൻസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസ്പിറേറ്ററി റിലേറ്റഡ് കോംപ്ലിക്കേറ്റഡ് ഒക്കെ ഉണ്ടാവാനുള്ള സർജറി കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് നമ്മളെ ഏറ്റവും ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ള ഒരു റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ? അറ്റ്ലസാസിസ് എന്ന് പറയും. അത് നമുക്ക് വേറൊരു ടോപ്പിക്കിൽ പഠിക്കാം. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ, റെസ്പിറേറ്ററി റിലേറ്റഡ് കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയുന്നത്. കഫിങ് എക്സസൈസ് ചെയ്താലും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് നമ്മളങ്ങ് ചുമക്കരുത്. നമ്മുടെ സ്റ്റൊമക്കിന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടേ നമ്മൾ ചുമക്കാവുള്ളൂ. എന്താ കാര്യമെന്ന് വെച്ചാൽ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം വിഗരസായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും പേഷ്യൻറ്റിന് പറ്റത്തില്ല. ഈവൻ ഒന്ന് ശരിക്കും വൊമിറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം സ്റ്റൊമക്കിന് അതുപോലെ നമ്മൾ റെസ്റ്റ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നടക്കരുതെന്നല്ല. അതേപോലെ തന്നെ ബെൻഡിങ്, കോൺസ്റ്റിപ്പേഷൻ, ഈ ഒരുപാട് മീൻസ് ഭയങ്കര സ്ട്രെയിൻ എടുത്ത് കോഫിങ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വെയിറ്റ് ബെയറിങ് ഒക്കെ പെട്ടെന്നൊന്നും നമ്മൾ പേഷ്യൻറ്റിന് ഉടനെ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഡീപ് ബ്രീത്തിങ് ആൻഡ് കഫിങ് എക്സസൈസ് ചെയ്യുമ്പോഴും കഫിങ് വിഗരസായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ ചെയ്തുള്ള കഫല്ല. നമ്മൾ കഫ് ചെയ്യുമ്പം സ്റ്റൊമക്ക് ഒന്ന് പിടിച്ചിട്ട് വേണം കഫ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ ഓവർ പാൽപേഷനൊന്നും നമ്മൾ സ്റ്റൊമക്കിൽ പാടില്ല. ഈ സർജറി കഴിഞ്ഞിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എമർജൻസി ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ദ കോംപ്ലിക്കേഷൻ. 2 കോംപ്ലിക്കേഷനാണ് ഗ്യാസ്ട്രക്ടമിക്ക് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ്, ഡംപിങ് സിൻഡ്രം. സെക്കൻഡ് വണ്ണ് പെർനീഷ്യസ് അനീമിയാണ് കേട്ടോ. അപ്പോൾ ഡംപിങ് സിൻഡ്രം എന്താണെന്നും പെർനീഷ്യസ് അനീമിയ എന്തുകൊണ്ടാണ് ഈ ഗ്യാസ്ട്രക്ടമി കഴിയുമ്പോൾ ഉണ്ടാകുന്നതെന്നും നോക്കാം. അപ്പോൾ ഡംപിങ് സിൻഡ്രം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡംപിങ് സിൻഡ്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർജറി എല്ലാം കഴിഞ്ഞു, സർജറിയൊക്കെ സക്സസ് ആയി, കുഴപ്പമൊന്നുമില്ല, പേഷ്യൻറ്റ് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ സർജൻ വന്ന് പറഞ്ഞു പേഷ്യൻറ്റ് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം ലിക്വിഡ് ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ലിക്വിഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ പ്രശ്നം സംഭവിക്കുന്നത്? നമ്മളൊരു ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടൻസ് നമ്മുടെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് അവിടെ ഒരു കെമിക്കൽ ഡൈജഷൻ നടക്കുന്നുണ്ട് അല്ലേ? ആ കെമിക്കൽ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് അങ്ങോട്ട് വയറ്റിലോട്ട്, അതായത് സ്റ്റൊമക്കിലോട്ട് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പൈലോറിക് സ്പിഞ്ചർ അവിടെ അന്നേരം ക്ലോസ് ആയി. ആ കെമിക്കൽ ഡൈജഷൻ നടന്നു കഴിയുമ്പോൾ അത് ഓപ്പൺ ആയിട്ടാണ് പിന്നെ അത് ഡ്യൂഡിനം വഴി ഇങ്ങോട്ട് പോകുന്നത്. ഡ്യൂഡിനം വഴി സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പോയി ബാക്കിയുള്ള അബ്സോർഷനും ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ ഈ സർജറി അങ്ങോട്ട് ഗ്യാസ്ട്രക്ടമി സർജറി കഴിഞ്ഞപ്പോൾ പൈലോറിക് സ്പിഞ്ചർ ഇതിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റൊമക്കിലോട്ട് ചെന്ന ഫുഡ് ഈ കെമിക്കൽ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ക്ലോസ് ആവാനില്ല. ഡയറക്റ്റ് ആ ഫുഡ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ഫുഡിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ആ ഒരു ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. അവിടെ ഇൻഡൈജഷൻ സംഭവിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? നമുക്ക് നോസിയ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ഡയറിയ ഉണ്ടാവും, അതേപോലെ തന്നെ
എന്തോ ഈ ഡയറിയും വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുകൾ ഉണ്ടാവും, ബ്ലോട്ടിംഗ് ഉണ്ടാവും, ഡിസിനസ് ഉണ്ടാവും, പേഷ്യൻറ്റിന് ടെക്കിക്കാർഡിയ ഉണ്ടാവും, വീക്ക്നെസ്, പേഷ്യൻറ്റ് സ്വെറ്റ് ചെയ്യും, പിന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എല്ലാം പേഷ്യൻറ്റിന് പെട്ടെന്ന് കൂടും. കാരണം അവിടെ പടപടയും സാധനങ്ങൾ പെട്ടെന്ന് പോവല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ് പേഷ്യൻറ്റ് കൊടുക്കണം. അല്ലാതെ എല്ലാം കൂടെ കിട്ടുന്ന ഒരു ചോറ്റുപാത്രം കഞ്ഞി അങ്ങ് പേഷ്യൻറ്റ് കൊടുക്കരുത്. സർജറി അങ്ങോട്ട് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് വരുമ്പോഴത്തേക്ക് ഉള്ള പാത്രത്തിലെല്ലാം കൂടെ കഞ്ഞിയും അതൊന്നും പേഷ്യൻറ്റ് കൊടുക്കരുത്. വളരെ കുറച്ച് എമൗണ്ടിലുള്ള ഫുഡായിരിക്കണം പേഷ്യൻറ്റ് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ഷുഗർ കണ്ടൻറ്റ് ഒരുപാട് കുറഞ്ഞ ഫുഡായിരിക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, ഹൈ പ്രോട്ടീൻ ഉള്ളതായിരിക്കണം, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതായത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് അല്ല, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡായിരിക്കണം. ഇതിൻ്റെ കാരണം വളരെ കുറച്ച് എമൗണ്ടേ ചെല്ലുന്നുള്ളൂ. ആ ചെല്ലുന്നതിനകത്തുനിന്ന് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും ഒക്കെ ഉള്ള ഫുഡായിരിക്കണം പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ഫൗളേഴ്സ് പൊസിഷനിൽ ഇരുന്ന് വേണം നമ്മൾ കൊടുക്കാൻ. കൊടുത്തു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റിനെ കിടത്തണം. ആ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കൊടുക്കരുത്. പേഷ്യൻറ്റ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് അവർ ബിഫോറോ അല്ലെങ്കിൽ ഹാഫ് അവർ ആഫ്റ്റർ, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് മുമ്പോ 30 മിനിറ്റിന് ശേഷമോ വേണം വെള്ളം കുടിക്കാനായിട്ട്. അപ്പം ആഹാരം കഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പേഷ്യൻറ്റിനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തണം. മനസ്സിലായി? കാരണം അല്ലാന്നുണ്ടെങ്കിൽ കഴിച്ച ഫുഡ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം പെട്ടെന്ന് അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എത്തിപ്പെടും. കറക്റ്റ് ഡൈജഷൻ. അപ്പം ഇൻഡൈജഷൻ നടക്കുമ്പം ഇൻഡൈജഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് നമ്മൾ പേഷ്യൻറ്റിനെ പ്രോൺ പൊസിഷനിൽ കിടത്താൻ പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഈ പൊസിഷനും കഴിക്കേണ്ട ഫുഡുകളും ആലോചിക്കണം കേട്ടോ. അതേപോലെ തന്നെ ആൻറ്റിസ്പാസ്മോഡിക് മെഡിസിൻസും പേഷ്യൻറ്റിന് കൊടുക്കും. പിന്നെ ഈ കോഫി, കോള, ചോക്ലേറ്റ് അങ്ങനത്തെ ഫുഡുകളും പേഷ്യൻറ്റിന് നമ്മൾ അവോയ്ഡ് ചെയ്യും. പിന്നെ അതാണ് ഡംപിങ് സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് പെർനീഷ്യസ് അനീമിയ. എങ്ങനെ പെർനീഷ്യസ് അനീമിയ വരും? നമ്മൾ ഈ എന്താ പറയുക, ഈ നമ്മുടെ സ്റ്റൊമക്ക് എടുത്ത് കളയുമ്പോൾ നമുക്ക് എങ്ങനെ പെർനീഷ്യസ് അനീമിയ വരും? എന്താണ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്? പെർനീഷ്യസ് അനീമിയ അല്ലെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അനീമിയാണ്. ഈ വൈറ്റമിൻ B12 ഫോളിക് ആസിഡും അബ്സോർബ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിലെ ഇൻട്രൻസിക് ഫാക്ടറാണ്. അപ്പം നമ്മൾ ഈ സ്റ്റൊമക്ക് എടുത്ത് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ആ ഇൻട്രൻസിക് ഫാക്ടർ എല്ലാം പോവല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വൈറ്റമിൻ B12 ഒന്നും അബ്സോർപ്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പെർനീഷ്യസ് അനീമിയ ഉണ്ടാവുന്നത്. അപ്പം അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഫറ്റീഗ്, ഇത് കോമൺ ആയിട്ട് അനീമിയ ഉള്ള പേഷ്യൻ്റ് എല്ലാം കാണുന്ന സിംറ്റംസ് ഒക്കെ തന്നെയാണ്. ഫറ്റീഗ്, വീക്ക്നെസ്, അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, പേഷ്യൻറ്റിന് മെമ്മറി പ്രോബ്ലം ഉണ്ടാവും, ടിംഗ്ലിംഗ് ഉണ്ടാവും, നംനെസ് ഉണ്ടാവും, മസിൽ സ്പാസം ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പേഷ്യൻറ്റിന് പെയിലായിരിക്കും. അതുപോലെ തന്നെ ജോണ്ടിസ് അപ്പിയറൻസ് ആയിരിക്കും പേഷ്യൻറ്റിന്. പിന്നെ SOB കാണും, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് കാണും. കാരണം ഈ എന്താ പറയുന്നത്, നമ്മുടെ സർക്കുലേഷൻ ഒന്നും അത്ര ഓക്കെ ആവാത്തത് കൊണ്ട്. അതേപോലെ തന്നെ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവൊക്കെ സർജറി കഴിയുന്നില്ല, പെർനീഷ്യസ് അനീമിയ അല്ലേ. അപ്പം ആ ഒരു ബ്ലഡ് കുറവല്ലേ. അപ്പം ആ സമയത്ത് ബ്ലഡ് കുറവെന്ന് പറയുമ്പോൾ എന്താ, ഈ ഓക്സിജൻ ആരാ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന? ബ്ലഡ്. അന്നേരം ഈ ഓക്സിജൻ്റെ അളവും കുറയുമ്പോഴാണ് നമുക്ക് SOB ഉണ്ടാവാൻ ഉള്ളത്. പിന്നെ അതുപോലെ ഗ്ലോസൈറ്റിസ് എന്ന് പറഞ്ഞൊരു സൈനുണ്ട്. പെർനീഷ്യസ് അനീമിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനാണ് കേട്ടോ. സൈനല്ല, ഇതിൽ പെർനീഷ്യസ് അനീമിയയിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഗ്ലോസൈറ്റിസ്. പേഷ്യൻ്റെ ടങ് ബീഫി റെഡ് അപ്പിയറൻസ് ആയിരിക്കും പേഷ്യൻറ്റിൻ്റെ ടങ്. അത് നല്ല ചുമന്ന് തുടുത്ത ടങ് ആയിരിക്കും. അങ്ങനെ അതാണ് നമുക്കൊരു പേഷ്യൻ്റ് മനസ്സിലാക്കാൻ ഫസ്റ്റ് നമ്മുടെ ലുക്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബീഫി റെഡ് ടങ് ആയിരിക്കും ഈ പെർനീഷ്യസ് അനീമിയ ഉള്ള പേഷ്യൻറ്റിന്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ് അവിടെ എന്തിൻ്റെ പോരായ്മയാണ് ഉള്ളത്? വൈറ്റമിൻ B12. ഇപ്പോൾ വൈറ്റമിൻ B12 കൊടുക്കുക. അതേപോലെ തന്നെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അവിടെയുണ്ട്. അപ്പോൾ ഫോളിക് ആസിഡും കൊടുക്കുക. അപ്പം ഇത് ഡെഫിഷ്യൻസി വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിതൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, ഈ വീഗൻ ഡയറ്റ് കഴിക്കുന്നുണ്ട്, അതായത് വെജിറ്റേറിയൻ അല്ല, നമ്മുടെ ആനിമൽ പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാത്തവർക്ക്, അതായത് ഈ ആനിമൽസിൻ്റെ, നമ്മളിപ്പോൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർ മീറ്റ്, ഫിഷ്, എഗ് ഇതൊന്നും കഴിക്കത്തില്ല. അവരാണ് വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. പക്ഷെ അവർ നമ്മുടെ മിൽക്കിൻ്റെ പ്രോഡക്ട്സും ഒക്കെ കഴിക്കും. മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക് ഒരു ആനിമൽ പ്രോഡക്റ്റാണ്. പക്ഷെ വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ അവരതും കഴിക്കും. വീഗൻ എന്ന് പറയുന്നവർ
ഈ ആനിമൽസിൻ്റെ ഒരു പ്രോഡക്റ്റും കഴിക്കത്തില്ല. അവർ ഫുള്ള് പച്ചക്കറി, ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കത്തുള്ളൂ, സീരിയൽസ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളൂ. ഈ ആനിമൽസിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ്സും ഇവർ കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു പെർനീഷ്യസ് അനീമിയയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. എന്താ കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഗ്യാസ്ട്രക്ടമി ചെയ്തുകൊണ്ടല്ല കേട്ടോ. അപ്പം ഈ വൈറ്റമിൻ B12 ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മീറ്റിൽ, ഫിഷിൽ, ഫിഷ്, എഗ്ഗ്, പിന്നെ അതേപോലെ തന്നെ മിൽക്ക് അങ്ങനെയുള്ളതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 കാണുന്നത്. അപ്പോൾ ഈ വീഗൻ ഡയറ്റ് എടുക്കുന്നവർ ഈ സംഭവം കഴിക്കുന്നില്ല. ഓൾമോസ്റ്റ് വെജിറ്റബിൾസിനകത്തും ഫ്രൂട്ട്സിനകത്തൊന്നും ഈ വൈറ്റമിൻ B12 ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എന്താ പറയുക, ഈ പെർനീഷ്യസ് അനീമിയ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ പെർനീഷ്യസ് അനീമിയയുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഫോളിക് ആസിഡിൻ്റെ അബ്സോർപ്ഷൻ അവിടെ കുറവാണ്. അപ്പോൾ എന്താ പറയുക, ഫോളിക് ആസിഡും എടുക്കണം. അതേപോലെ തന്നെ ഈ റെഗുലർ ബ്ലഡ് മോണിറ്ററിങ് ഒക്കെ വേണം കേട്ടോ. ഈ പെർനീഷ്യസ് അനീമിയ ഉള്ളവർക്കല്ല, ഈ സർജറി കഴിഞ്ഞാൽ ഉടനെ തന്നെ. അപ്പോൾ ഇത്രയുമാണ് ഗ്യാസ്ട്രക്ടമി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.